എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോൺ ബാബു. ഞാൻ കൊട്ടാരക്കരയിൽ മൈലം വില്ലേജിൽ മുട്ടമ്പലം എന്ന പ്രദേശത്ത് താമസിക്കുന്നു. ഏകദേശം 24 വർഷത്തോളം ഞാൻ പ്രവാസ ജീവിതം നയിച്ചൊരു വ്യക്തിയാണ്. ഞാൻ 5 മക്കളിലെ നടുപോലത്തൊരു മകനാണ്. എനിക്ക് 4 പെങ്ങന്മാരാണ്. എന്നാൽ അവരുടെ വളർച്ചയിൽ എൻ്റെ ഫാദറിനെ സഹായിക്കുവാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം എന്നെ ഇറാഖിലേക്ക് കൊണ്ടുപോകാമെന്ന് ഒരു വ്യക്തി പറയുകയുണ്ടായി. എന്നാൽ ആ കാലത്ത് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസമുള്ളൊരു സമയമായിരുന്നു. ഏകദേശം അന്നത്തെ കാലത്ത് 1981 9,000 രൂപ ആ വ്യക്തി കൊടുത്തതിന് ശേഷം എന്നെ ഇറാഖിലേക്ക് അദ്ദേഹം അയച്ചു. ഞാൻ ഇറാഖിൽ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടുന്ന് അയച്ച വ്യക്തി സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വേറൊരു വ്യക്തിയെ അവിടെ പറഞ്ഞയച്ചു. ഞങ്ങൾ ഏകദേശം 3 പേരുണ്ടായിരുന്നു ഇറാഖിൽ ഇറങ്ങുവാനായിട്ട്. അപ്പോൾ ആ വ്യക്തിക്ക് ഞങ്ങളോട് യാതൊരു താല്പര്യമില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ അയച്ച വ്യക്തി എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് ക്യാമ്പ് സൈറ്റിൽ കൊണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും അദ്ദേഹത്തിൻ്റെ കൂടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് നേരം വെളുക്കാറായി, 2 മണിയോളമായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വിശ്രമിക്കുക, ഞാൻ രാവിലെ വന്ന് നിങ്ങളെ കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തെ അന്ന് 19 വയസ്സേ ഉള്ളൂ. പുതിയ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നും ഒരു പരിചയവുമില്ല. എന്നാൽ ആ ക്യാമ്പ് സൈറ്റിൻ്റെ മുൻവശത്ത് ഞങ്ങൾ 3 പേര് ഇരുന്നു. ഞങ്ങൾക്ക് ആഹാരം തരുവാനോ വെള്ളം തരുവാനോ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം അതിശയമായി ഞങ്ങളെ പ്രവർത്തിച്ചു. നേരം വെളുത്തപ്പോൾ ആ ക്യാമ്പിൻ്റെ ഗേറ്റ് തുറന്നപ്പോൾ ധാരാളം മലയാളികൾ ആ ക്യാമ്പിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ വന്ന് ഞങ്ങളെ സ്വീകരിച്ച് ആ ക്യാമ്പിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചു. അവിടെ ചെന്ന് ഞാൻ IT പഠിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നാൽ എനിക്ക് പറഞ്ഞ ജോലി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഇറ്റാലിയൻ്റെ കൂടെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യണം. ഹെൽപ്പറായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നപ്പോൾ എൻ്റെ അവസ്ഥയെല്ലാം എൻ്റെ കൂടെ ജോലി ചെയ്ത മലയാളിയോട് പറഞ്ഞു, ഞാനൊരു IT പാസ്സായ ഒരു വ്യക്തിയാണ്, എനിക്ക് ഒരു ടെക്നിക്കൽ പണി തന്നാൽ വളരെ ഉപകാരമായിരിക്കുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പണിയുന്നത് ഒരു അമേരിക്കൻ ഹോട്ടലിൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്. പക്ഷേ എന്നെ അവർ കൊണ്ടുപോയത് ആ ഹോട്ടലിലെ സ്റ്റാഫായിട്ടാണ് എന്നെ അവർ കൊണ്ടുപോയത്. എന്നാൽ ആ ഹോട്ടലിൻ്റെ പണി തീർന്നില്ലായിരുന്നു. അതുകൊണ്ട് ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ ഞാൻ നിൽക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ എന്തായാലും ദൈവത്തിൻ്റെ അതിശയമായ കാര്യം ഈ മലയാളിയെ കൂടുതൽ പ്രവർത്തിച്ചു. ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പ് സൈറ്റിൽ ഞാൻ അന്ന് താമസിച്ചുകൊണ്ടിരുന്ന ആ കൺസ്ട്രക്ഷൻ്റെ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. എന്നാൽ ആ ക്യാമ്പ് വളരെ ദൂരെ എയർപോർട്ടിനടുത്തായിരുന്നു. അവിടെ ഈ മലയാളി എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. ഞാനൊരു മെക്കാനിക്കായിട്ട് അവിടേക്ക് പോകാനായിട്ട് സാധിച്ചു. അത് ദൈവത്തിൻ്റെ അതിശയമായ കാര്യമായിരുന്നു. അവിടെ പോയി വിനോദ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കിൻ്റെ കൂടെ ഞാനൊരു മെക്കാനിക്കായിട്ട് ഏകദേശം 1.5 വർഷത്തോളം പ്രവർത്തിച്ചു. ആ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആ കമ്പനിയുടെ വർക്ക് അവസാനിക്കുകയാണ്. അവസാനിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ വർക്ക് തീർന്നു, ഇനി നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരെല്ലാം വളരെ സന്തോഷത്തോടെ, കാര്യം നല്ല രീതിയിലുള്ള ശമ്പളമുണ്ട്, പൈസയെല്ലാം കയ്യിലായി. അപ്പോൾ അവരെല്ലാം നാട്ടിലേക്ക് പോകാനായിട്ട്. എന്നാൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഓർത്തപ്പോൾ എനിക്ക് വരുവാനായിട്ട് സാധിച്ചില്ല. കാര്യം എനിക്ക് ഇളയ സഹോദരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല, എനിക്ക് അവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുഖാന്തരം ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്തു. എന്നെ ആ ഹോട്ടലിലെ ബോയിലർ ഓപ്പറേറ്ററായിട്ട് എന്നെ അവർ നിയമിച്ചു. അതും ദൈവത്തിൻ്റെ അതിശയമായ കാര്യമായിരുന്നു. അങ്ങനെ ഏകദേശം 7 വർഷത്തോളം ഇസ്താർ ഷെറാട്ടൂൺ ഹോട്ടലിൻ്റെ ബോയിലർ ഓപ്പറേറ്ററായിട്ട് ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ ഓരോ വർഷവും എൻ്റെ നാട്ടിലേക്ക് വരുവാനായിട്ട് സാധിച്ചു. നല്ല രീതിയിൽ എനിക്ക് ജോലി ലഭിച്ചു. എന്നാൽ അവിടെ ഒരു അത്ഭുതം നടന്നു. 3 ബോയിലറാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു ബോയിലറിന് ഒരു കംപ്ലയിൻറ്റ് വന്നു. ഈ ബോയിലർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ബോംബിൻ്റെ അത്രയും പവറുള്ള ഒരു സാധനമാണ്. സ്റ്റീം ബോയിലറാണ്. അതായത് ആ ഹോട്ടലിലേക്ക് ചൂടുവെള്ളം, ലോണ്ട്രി എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ഈ ബോയിലറാണ്. എന്നാൽ ഈ ബോയിലറിൻ്റെ ഉൾഭാഗം ഒരു പ്രാവശ്യം കേടുവന്നു. അപ്പോൾ ഞാൻ അവരോടത്ത് പറഞ്ഞിരുന്നു ഞാനൊരു വെൽഡറാണെന്ന്. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യുവാനായിട്ട് ആരെയും കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മാൻഹോൾ തുറന്നപ്പോൾ
ഒരാൾക്ക് ജസ്റ്റ് കയറാവുന്നൊരു മാൻ ഹോളാണ് അതിൻ്റെ ബാക്കിലുള്ളത്. അപ്പോൾ 3-4 പൈപ്പ് ലീക്കാണ്. അപ്പോൾ എൻ്റെ ജനറൽ മാനേജർ വരെ അവിടെ വന്നു, ചീഫ് എഞ്ചിനീയർ വന്നു, ഇത് ആര് റിപ്പയർ ചെയ്യും, ഇത് ആര് ഇതിനകത്ത് കയറി വെൽഡ് ചെയ്യും. അപ്പോൾ എനിക്കന്ന് വളരെ വണ്ണമൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ചെയ്യാം. അപ്പോഴത് പറഞ്ഞു, ഇത് വളരെ റിസ്ക് ഉള്ളൊരു ജോലിയാണ്, ഇത് ചെയ്യുവാൻ വളരെ പ്രയാസമാണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബോയിലിനകത്ത് ഇരുന്ന് തന്നെ ഞാൻ ഈ ലോകത്തോട് യാത്ര പറയും. ഞാൻ ആ മാൻഹോൾ റിപ്പയർ ചെയ്യുവാനായിട്ട് താല്പര്യം കാണിച്ചപ്പോൾ ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയർ വരെ പറഞ്ഞു, ബാബു ഇത് വളരെ റിസ്ക്കുള്ളൊരു പണിയാണ്, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ബോഡി പോലും എടുക്കാൻ ആരും അതിനകത്ത് കയറാൻ പറ്റത്തില്ല. കാര്യം സംഭവിക്കാൻ ഷോക്ക് വന്നാൽ ഞാൻ അതിൽ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ജനറൽ മാനേജരും പറഞ്ഞു, ബാബുവിന് ഇതിന് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക, ഞങ്ങളെല്ലാം ബാബുവിൻ്റെ കൂടെ പുറകിലുണ്ടായിരിക്കും. അന്ന് ഒരു ദിവസം ഇത് നിശ്ചയിച്ചു. എൻ്റെ എഞ്ചിനീയറും ജനറൽ മാനേജരും എല്ലാം എൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ആ മാൻഹോളിനകത്തേക്ക് പ്രവേശിച്ചു. ജസ്റ്റ് അതിനകത്ത് എനിക്ക് കയറി ഒന്ന് ഇരിക്കാമെന്നുള്ള ഒരു മാർഗ്ഗമേ അതിനകത്തുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഈ ലോകത്തോട് യാത്ര ചെയ്യും. എന്നാൽ അത്ഭുതകരമായി ദൈവം എന്നെ അവിടെ കാത്തു. ഞാൻ വളരെ സക്സസ് ആയിട്ട് ആ 3 പൈപ്പിൻ്റെയും കേടുപാടുകൾ മാറ്റി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും കൈയടിച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്ക് ഉമ്മയൊക്കെ തന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ജോലിക്കാരനാണ്, നിനക്ക് ഈ മാസം മുതൽ 25 KD നിനക്ക് ഞാൻ കൂട്ടി തന്നു ഞങ്ങളുടെ ജനറൽ മാനേജർ പറഞ്ഞു. പക്ഷേ ആ മാസം മുതൽ എനിക്ക് ശമ്പളത്തിൽ 25 KD അന്ന് ഇറാഖ് ദിനാർ എനിക്ക് കൂട്ടിത്തന്നു. അപ്പോൾ ഏകദേശം 81 കാലഘട്ടത്തിൽ ഏകദേശം ഞാൻ മാസം കൂടെ അയച്ചുകൊണ്ടിരുന്നത് 30,000 രൂപയാണ്. 3 മാസം കൂടുമ്പോൾ 90,000 രൂപയോളം ഞാൻ എൻ്റെ നാട്ടിലേക്ക് അയക്കുമായിരുന്നു. സാധാരണ അവിടെ പൈസ അയക്കണമെങ്കിൽ നമ്മുടെ മറ്റ് ഗൾഫുകളിലെ പോലെ ഓരോ ബാങ്കിൽ ചെന്ന് അയക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മൾ പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ അന്ന് 75% പൈസ മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ. 25% പൈസ ആ ഇറാഖ് നാട്ടിൽ ചിലവഴിക്കണം. എന്നാൽ നമ്മുടെ ചീഫ് അക്കൗണ്ടിന് നമുക്ക് ഡേറ്റ് തരുമ്പോൾ ചീഫ് അക്കൗണ്ടിന് നമുക്ക് നമ്മുടെ സാലറിയുടെ എല്ലാ പേപ്പറും ശരിയാക്കി തരും. അതുകൊണ്ട് നമ്മൾ ബാങ്കിൽ പോയാണ് നമ്മൾ പൈസ അയച്ചുകൊണ്ടിരുന്നത്. ഈ സംഭവത്തിന് ശേഷം എനിക്ക് 25 ഇറാഖി ദിനാർ കൂട്ടിത്തരികയും എൻ്റെ ശമ്പളം കൂടുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിലൊക്കെ ചെറിയൊരു അസൂയ തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ചീഫ് എഞ്ചിനീയർക്കും ജനറൽ മാനേജർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി ഞാൻ മാറിക്കഴിഞ്ഞു. എനിക്ക് എവിടെയും കയറി ചെല്ലുവാനുള്ള ഒരു അധികാരം ആ ദിവസം മുതൽ ലഭിച്ചു. അങ്ങനെ ഓരോ മാസവും എനിക്ക് അവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിക്കുവാനായിട്ട് സാധിച്ചു. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വെക്കേഷൻ ചോദിക്കുമ്പോഴും എല്ലാം എനിക്ക് വെക്കേഷൻ പെട്ടെന്ന് സാങ്ഷൻ ആവുകയും എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുവാനായിട്ടും സാധിച്ചു. ഞാൻ ഈ ഇറാഖിൽ ജോലി ചെയ്യുന്ന സമയത്തും സത്യത്തിൽ അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഇറാഖ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നാട്ടിൽ പേപ്പറുകളെല്ലാം ന്യൂസ് വന്നത് ഇറാഖിലെ റിസർവ് ബാങ്ക് തകർന്നു, അവിടെ പ്രയാസത്താണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്കൊന്നും യാതൊരു പ്രയാസങ്ങളും ആ ഇറാഖിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ ഉണ്ടായിട്ടില്ല. ഞാൻ ജോലി ചെയ്തത് അവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയായ ബാഗ്ദാദിലായിരുന്നു. അപ്പോൾ ബാഗ്ദാദിൽ ജോലി ചെയ്ത എനിക്ക് വളരെ സുരക്ഷിതമായിട്ട് അവിടെ ജോലി ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ അവിടെ ഉണ്ടായിരുന്നു. ഇറാൻ്റെ യുദ്ധം ഏറ്റവും കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോഴും ഞങ്ങളെപ്പോഴും അവിടെ സുരക്ഷിതരായിരുന്നു. ഏകദേശം 7 വർഷക്കാലത്തോളം ഇറാൻ ഇറാഖ് വാർ അവിടെ നടന്നുകൊണ്ടിരുന്നു. ഈ സമയത്തെല്ലാം ഞാൻ എൻ്റെ ദേശത്തേക്ക് വരികയും വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങി ഇറാഖിലേക്ക് പോവുകയും ചെയ്തു. ഇറാഖിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 നദികളുടെ ഇടയിലാണ്, യൂപ്പർട്ടീസ് ടൈഗ്രീസ് എന്ന 2 നദികളുടെ നടുവിലാണ് ഞങ്ങളുടെ ഈ ഷെറാട്ടൺ ഹോട്ടൽ ജോലി ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലും സദാം ഹുസൈൻ എന്ന പ്രസിഡൻറ്റിൻ്റെ കണ്ടറിലാണ് ഇറാഖ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ എത്ര മനോഹരമായ ഒരു പട്ടണം എന്ന് പറയുവാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ മറ്റ് ഗൾഫുകളെ അപേക്ഷിച്ച് ഏറ്റവും മനോഹരമായ പട്ടണമായിട്ടാണ് ബാഗ്ദാദ് സിറ്റി അന്ന് രൂപകൽപ്പന ചെയ്തിരുന്നത്. ഒരു പ്രയാസം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ, അവിടുത്തെ ഇറാഖികൾക്ക് ആർക്കും പുറത്തേക്ക് പോകാനായിട്ട് സദാം ഹുസൈൻ അന്ന് അനുമതി കൊടുത്തിരുന്നില്ല. കാരണം അവൻ അത്രയ്ക്ക് അവരെ സ്നേഹിച്ചിരുന്നു. അവിടെ 55% ക്രിസ്ത്യൻ ആയെങ്കിൽ തന്നെയും എല്ലാ രീതിയിലും എല്ലാവർക്കും അവിടെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായിരുന്നു.
മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും എല്ലാം അവിടെ കഴിയുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവിടെ കൊടുത്തിരുന്നു. റംസാൻ നോയമ്പ് വരുമ്പോഴും അവിടെ യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് നോയമ്പെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നോയമ്പെടുക്കാം, എടുക്കേണ്ടാത്തവരെ കൂടെ എടുക്കണ്ട, അങ്ങനെയുള്ളൊരു അപ്പോൾ ആ ഒരു പ്രയാസത്തിലാണ് ഇറാനും ഇറാഖുമായിട്ട് യുദ്ധം തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾക്ക് യാതൊരു പ്രയാസങ്ങളും ആ നാട്ടിലുണ്ടായിരുന്നില്ല. ഏകദേശം 7 വർഷക്കാലത്തോളം ഞാൻ ഇറാഖിൽ ജോലി ചെയ്തു. ഇറാഖിലെ ജീവിതം അങ്ങനെ അവസാനിച്ചതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് മടങ്ങി വന്നു. ഏകദേശം നാട്ടിൽ ചില വർഷങ്ങൾ ജോലി ചെയ്തതിന് ശേഷം 1991 ഞാൻ വീണ്ടും മസ്കറ്റിലേക്ക് യാത്ര തിരിച്ചു. ആയിരത്തി 1985 തന്നെ എൻ്റെ വിവാഹവും നടന്നിരുന്നു. അങ്ങനെ ഞാൻ വിവാഹത്തിനായി 1986 എൻ്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് നാട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് 1991 മസ്കറ്റിലേക്ക് പോകാനുള്ള ഒരു വിസ ലഭിച്ചു. അങ്ങനെ ഞാൻ മസ്കറ്റിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈ മസ്കറ്റിലേക്ക് പോകുന്ന സമയം എൻ്റെ മകന് ഏകദേശം 4 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ മസ്കറ്റിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത്. മസ്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ ഒരു കസിനായിരുന്നു എന്നെ വിസ തന്ന് അവിടെ കൊണ്ടുപോയത്. ആ കസിൻ അവിടെ എന്നെ വിളിക്കുവാനായിട്ട് വന്നു. ആ കസിൻ്റെ ഹെൽപ്പിൽ ഞാൻ അവിടെ ഒരു സ്റ്റുഡിയോയിൽ പ്രവർത്തിച്ചു. സ്റ്റുഡിയോയുടെ വർക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റുഡിയോ ഓപ്പറേറ്ററായിട്ട് അവിടെ ജോലി ചെയ്തു. ഫോട്ടോ എടുക്കുകയും ഫോട്ടോഗ്രാഫി ചെയ്യുകയും പടം വരച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ഫ്രീ വിസയിലായിരുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫ്രീ വിസയിൽ ജോലി ചെയ്യുമ്പോൾ ഏത് സമയവും വന്ന് അവിടുത്തെ ഒമാനി പോലീസിന് എന്നെ പിടിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഞാൻ ദിവസം തോറും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു പെർമനൻറ്റ് വിസ, ഒരു കമ്പനിയുടെ വിസ ലഭിക്കണമെന്ന്. എന്നാൽ ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ള ഒരു അച്ചായൻ വന്ന് പറഞ്ഞു, നീ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കാതെ നിനക്ക് ഞാനൊരു പെർമനൻറ്റ് ജോലി തരാം, നീ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്റ്റുഡിയോ അടച്ചതിന് ശേഷം ആ കമ്പനിയിലേക്ക് നാഷണൽ പ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്സിലേക്ക് ചെന്നു. അവർക്ക് ഒരു കമ്പ്യൂട്ടർ പ്രിൻറ്റിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. അത് പാകിസ്ഥാൻ്റെ മേൽനോട്ടം നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഞാൻ അങ്ങനെ ആ കളർ ലാബിലേക്ക് ചെന്നു. എന്നെ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി. അവിടെ വെച്ച് ഞാൻ അവിടെ കമ്പ്യൂട്ടർ കളർ ലാബിൻ്റെ പ്രിൻ്ററായിട്ട് മാറുകയുണ്ടായി. എന്നാൽ അവിടെയും എനിക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. കാരണം ആ ലാബിൻ്റെ ഇൻചാർജായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എടത്വയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ എടത്വയിലുള്ള ഈ വ്യക്തി അവിടെ ലാബിൻ്റെ ഇൻചാർജായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ സ്റ്റുഡിയോയിൽ പലവിധമായ തരികിട പണികൾ നടന്നുകൊണ്ടിരുന്നു. അത് എനിക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് മനസ്സിലാക്കുവാനും സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രയാസം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കണമെന്നുള്ളൊരു താല്പര്യമുണ്ടായി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് അടിക്കുക, ഫോട്ടോ എടുക്കുക, ഇത് മാത്രമാണ്. വേറെ അധികമായിട്ട് ഫൈനാൻസിൻ്റെ ഒരു കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ എനിക്ക് മനസ്സിലായി ഇവിടെ പലവിധമായ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു. ഈ ഫോട്ടോ എടുത്തതിന് ശേഷം അദ്ദേഹം വാങ്ങാനായിട്ട് വന്നപ്പം അത് കൊടുത്തത് ഞാനായിരുന്നു. അതിൻ്റെ ക്യാഷ് ഞാൻ വാങ്ങി പെട്ടിയിലിട്ടു. പക്ഷേ ആ റെസീറ്റിൻ്റെ പൈസ സത്യത്തിൽ അന്ന് വൈകുന്നേരമാണ് അവിടുത്തെ അന്നത്തെ പൈസയെല്ലാം കൊണ്ട് ഓഫീസിൽ അടയ്ക്കേണ്ടത്. ഈ പൈസ അവിടെ പോയിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതിൻ്റെ ഒരു പ്രൂഫ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഈ വ്യക്തി, ഇടത്തുള്ള വ്യക്തി, എന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തേക്ക് അടിക്കുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അവിടെയും എന്നെ ദൈവം കാത്തു. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നിൻ്റെ പ്രിൻറ്റിംഗ് ഒന്നും ശരിയാവുന്നില്ല, കസ്റ്റമറെല്ലാം കംപ്ലൈൻ്റാണ് പറയുന്നത്, അതുകൊണ്ട് നിന്നെ ഞാൻ മാനേജരോട് പറഞ്ഞ് പുറത്താക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, നീ പുറത്താക്കിയോ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ എൻ്റെ ദൈവം അവിടെ തന്നെ അത്ഭുതമായി പ്രവർത്തിച്ചു. ഞാൻ നേരിട്ട് ആ മാനേജർ ഓഫീസിലേക്ക് ചെന്നു. എനിക്ക് മാനേജരോട് പറഞ്ഞു, ഞാനും ഈ ഇടത്തുവക്കാരനോടാണ് ആ മാനേജർ ഓഫീസിലേക്ക് ചെന്ന് എന്നെപ്പറ്റി പറയാവുന്ന എല്ലാ കംപ്ലൈൻറ്റുകളും ആ മാനേജറെടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മാനേജരോട് പറഞ്ഞു, സാറേ, എനിക്ക് സാറിനോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. അപ്പം അദ്ദേഹം, ഈ ഇടത്തുവക്കാരൻ പറഞ്ഞു, ഇല്ല സാറേ, അവനെ കൊണ്ട് സംസാരിപ്പിക്കരുത്, എൻ്റെ പ്രസൻസിലേ സംസാരിക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ, അല്ല, എനിക്ക് സാറിനോട് വ്യക്തിപരമായിട്ടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഈ ഇടത്തുവക്കാരനെ ആ മാനേജർ പുറത്തേക്ക് മറിഞ്ഞിട്ട്, ബാബു സംസാരിച്ചാട്ടെന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചു. സാറേ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സാറിനെ കാണിച്ചു തരാം. സാറിൻ്റെ സ്റ്റുഡിയോ, സാറിൻ്റെ പ്രിൻറ്റിംഗ് മെഷീൻ എല്ലാം ഇദ്ദേഹം മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസമുള്ള വരുമാനത്തിൽ നിന്ന് ഒരു നല്ല ഭാഗം ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് വേണ്ടി പ്രൂഫ് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഈ പാകിസ്ഥാനി മാനേജർ സത്യത്തിൽ ഇദ്ദേഹത്തെ വിളിച്ചു വളരെ ഫയർ ചെയ്യും. സത്യത്തിൽ ഇത് നടന്ന സംഭവമാണ്. എന്നെ പുകച്ച് പുറത്തേ അടിക്കാൻ തുടങ്ങിയ ഈ വ്യക്തിയെ ഞാൻ സത്യത്തിൽ മനഃപൂർവ്വം ചെയ്ത പ്രവൃത്തിയിൽ എൻ്റെ ജോലി അദ്ദേഹം കളയുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞാൻ രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഈ സത്യങ്ങളെല്ലാം അവിടെ തുറന്നു പറഞ്ഞത്. എന്തിനു പറയുന്നു, ദിവസങ്ങൾക്കകം ഈ ഇടത്തുവക്കാരനെ ആ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്താക്കുകയും ആ സ്ഥാനം എനിക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങളോളം, ഏകദേശം
1994 വരെ ഞാൻ ആ സ്റ്റുഡിയോയുടെ ഇൻചാർജായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ദൈവം അതിശയകരമായിട്ട് എന്നെ അവിടെ വഴി നടത്തി. ഞാൻ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ആ സ്റ്റുഡിയോയിൽ പ്രവർത്തിച്ചു. പക്ഷേ എന്നാൽ വരുമാനം കുറഞ്ഞു. കാര്യം അന്നത്തെ കാലത്ത് പോസ്റ്റ് കാർഡ് മെഷീനായിരുന്നു ഞാൻ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 92-93 കാലഘട്ടങ്ങളിൽ ഈ പോസ്റ്റ് കാർഡ് മെഷീൻ്റെ പ്രിൻറ്റിങ്ങിൻ്റെ ഡിമാൻഡെല്ലാം കുറഞ്ഞപ്പോൾ 4x6 ഡിമാൻഡായി. എൻ്റെ കയ്യിൽ മെഷീൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കാർഡ് മെഷീനായിരുന്നു. അപ്പോൾ എനിക്ക് വർക്ക് കുറഞ്ഞപ്പോൾ ഈ മാനേജർ പറഞ്ഞു, ബാബു ഞാൻ ഈ സ്റ്റുഡിയോ നിർത്താൻ പോവാണ്, ബാബുവിന് വേറെ വല്ല ജോലി ലഭിക്കുന്നെങ്കിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ 1994 ഞാൻ മടങ്ങി വീണ്ടും മസ്കറ്റിൽ നിന്ന് എൻ്റെ ദേശത്തേക്ക് മടങ്ങി വന്നു. ഞാൻ ഇറാഖിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പള്ളിയുടെ ഗായസംഘത്തിൻ്റെ ലീഡറായിരുന്നു, സെൻട്രൽ സ്കൂൾ അധ്യാപകനായിരുന്നു ഞാൻ. എന്നാൽ ഇറാഖിൽ പോയതിന് ശേഷം അവിടെ 55% ക്രിസ്ത്യൻസ് ആണെങ്കിൽ തന്നെയും അവിടെ ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ദേവാലയത്തിൽ പോകാനായിട്ട് സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചകളിലും എനിക്ക് ജോലി ഉണ്ടായിരുന്നു. എന്നാൽ ഇറാഖിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഞാൻ മസ്കറ്റിൽ പോയി സമയത്ത് മസ്കറ്റിൽ റൂബി എന്ന ഒരു സ്ഥലത്ത് റൂബി ചർച്ച് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ആരാധന നടക്കുന്നത്. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ റൂബി ചർച്ചിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം സുഹൃത്തുക്കളെ പരിചയപ്പെടുവാനായി സാധിച്ചു. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ റൂബിയിൽ പോയി പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പരിചയപ്പെട്ട 2-3 അച്ഛന്മാരെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുവാനായിട്ട്, അതായത് ഇപ്പം കാലം ചെയ്ത ലിങ്കണച്ചനെല്ലാം ആ കാലത്താണ് മസ്കറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 94 ഞാൻ മസ്കറ്റിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നതിന് ശേഷം നാട്ടിലെ ഏകദേശം 97 വരെ നാട്ടിലെ ചെറിയ പണികളൊക്കെ ചെയ്ത് ഇവിടെ ജീവിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. ആ സുഹൃത്തിന് ഫൈനാൻസ് കമ്പനിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വല്ലപ്പോഴും ഹെൽപ്പിനായിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ പോവുകയും കളക്ഷനൊക്കെ പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും താല്പര്യപ്രകാരം ഞാൻ സൗദിയിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെട്ടു. അന്ന് സൗദിയിലേക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. എന്നാൽ അങ്ങനെ 97 ഞാൻ സൗദിയിലേക്ക് പോയി. സൗദിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ആ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ സമയം തന്നെ ആ സൗദി അറബി എൻ്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് കൈവശമാക്കുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹം എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് സത്യത്തിൽ അതിശയിച്ചു പോയി. ഒരു ചെറിയ കട മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ഐസ്ക്രീം വിൽക്കുക, കോഴികളെയൊക്കെ മറ്റ് കടകളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ചെറിയ ബിസിനസ് മാത്രമേ. അവിടെ എങ്ങനെയാണ് എന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് അവിടെ നിയമിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, നീ ഈ കടയിലെ ജോലി ചെയ്യണം. അത് കൂടാതെ എനിക്ക് അന്ന് 1800 സൗദി റിയാലാണ് ശമ്പളം പറഞ്ഞത്. അത് ചെന്ന ഉടനെ അവർ പറഞ്ഞു 600 സൗദി റിയാൽ മാത്രമേ എനിക്ക് ശമ്പളം തരികയുള്ളൂ. അന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ 600 റിയാൽ ഒന്നും തികയില്ല. ഞാൻ വെറുതെ അവിടെ പോയി കൂലിപ്പണി ചെയ്യുന്ന പോലെ ആവും. ആ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ആ സൗദി, എനിക്ക് അന്ന് അറബി സംസാരിക്കാൻ അറിയാമെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ശമ്പളത്തിന് ഞാൻ നിൻ്റെ കൂടെ ജോലി ചെയ്യത്തില്ല. ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നീ പറഞ്ഞ ശമ്പളം തരണം, എന്നാൽ മാത്രമേ ഞാൻ ജോലി ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം തൊട്ട് തന്നെ സത്യത്തിൽ ഞാൻ അവനുമായിട്ട് ഈ അറബിയായിട്ട് തെറ്റുവാനായിട്ട് സാധിച്ചു. പക്ഷേ അവിടെ ആ കിടക്കുന്ന റൂമിൽ 2 മലയാളികളുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, സുഹൃത്തെ, ഞങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു ഈ കടയിൽ ഒരു വിസയുണ്ടെന്ന്. പക്ഷേ ഞങ്ങളുടെ ഒരു റിലേറ്റീവിനെയും ഈ അറബിയുടെ അണ്ടറിൽ ജോലി ചെയ്യുവാനായിട്ട് കൊണ്ടുവരത്തില്ല. കാര്യം ഈ അറബിയുടെ സ്വഭാവം അതുമാണ്. പക്ഷേ അവർ ഫ്രീ വിസക്കാരായതുകൊണ്ട് അവർ ജോലി ചെയ്യുക, അതുപോലെ അവർ പോകുമായിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ, അവൻ്റെ അണ്ടറിലായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നീ പറയുന്ന, എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞ ശമ്പളം തന്നാൽ മാത്രമേ ജോലി ചെയ്യുകയുള്ളൂ, അല്ലാതെ ഞാൻ ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞു, ഒരു രക്ഷയുമില്ല, നീ ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആകപ്പാടെ ഭയന്നു. കാരണം എന്നാൽ സൗദിയിൽ നിന്നൊരു ശവം നാട്ടിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ അറബിക്ക് വളരെ പൈസ ചിലവാകും. എന്നാൽ എന്നെ അവൻ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ 3 ദിവസം 4 ദിവസം അവനോട് ജോലി ചെയ്തു. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തി എന്നെ വന്ന് കാണുകയും ഞാൻ അവനോട് എൻ്റെ പ്രയാസങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ക്യാമ്പിൽ വന്ന് താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ 3-4 ദിവസം ഞാൻ ആ ക്യാമ്പിൽ പോയി താമസിച്ചു. അവനോട് ആഹാരം കഴിച്ചു, അവൻ്റെ ആരാധനയ്ക്ക് പോയി. അന്ന് സത്യത്തിൽ അവിടെ സൗദിയിൽ ആരാധന ഇല്ലായിരുന്നു.
അവർ വളരെ രഹസ്യമായിട്ടാണ് ആരാധന നടത്തുന്നത്. അവിടെ ആരാധന നടത്തുമ്പോൾ ഞാൻ അവരുടെ കൂടെ എല്ലാ വെള്ളിയാഴ്ചയും ആരാധനയ്ക്ക് പോയി അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ മുട്ടിപ്പായ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സത്യത്തിൽ ഞാൻ അവിടുന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഭ്രാന്തനായി തന്നെ ആയിരിക്കും നാട്ടിലേക്ക് മടങ്ങി വരിക. എന്തായാലും അവർ എന്നെ കാണാത്തപ്പോൾ സൗദി എന്നെ തിരക്കി വന്നു. അവസാനം വന്ന് ഞങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസായി. ഒരു കാര്യം ചെയ്യാം, നീ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നീ നാട്ടിൽ കൊടുത്ത പൈസ ഒന്നും തിരിച്ചു തരത്തില്ല, നീ തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ പോകാനായിട്ട് യാതൊരു മാർഗ്ഗമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് ഒരു ഏജൻറ്റ് കൂടെയാണ് അവിടെ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ആ ഏജൻറ്റ് പറഞ്ഞു, ഞാൻ നിനക്ക് പൈസയും തന്നിട്ടില്ല, നിന്നോട് ഞാൻ പൈസയും ചോദിക്കത്തില്ല, എന്നെ ഏത് രീതിയിലെങ്കിലും എന്നെ നാട്ടിലേക്ക് അയക്കണം. അങ്ങനെ ഈ അറബിയുടെ സാന്നിധ്യത്തിലും ഈ മലയാളിയുടെ സാന്നിധ്യത്തിലും എന്നെ കൊണ്ടൊരു എഗ്രിമെൻറ്റ് എഴുതിപ്പിച്ചു. അതായത് നിനക്ക് ടിക്കറ്റ് എടുത്തു തരാം, നാട്ടിലേക്കും പറഞ്ഞു വിടാം, പക്ഷേ ടിക്കറ്റിൻ്റെ പൈസയും നീ തിരിച്ച് തരണം. നാട്ടിൽ ചെന്ന് നിന്നെ വിട്ട ആളുടെ പൈസ ചോദിക്കാനും പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ തല വേണമെങ്കിലും നിനക്ക് തരാമെന്നുള്ള എഗ്രിമെൻറ്റിൽ പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് ഈ സൗദിയോട് പറഞ്ഞു എന്നെ എങ്ങനെയും ഞാൻ തിരിച്ച് സത്യത്തിൽ വരുന്ന 24-ാം തീയതി ആണോ, ഡിസംബർ 24-ഓ 25-ഓ ആണെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിലുള്ള ആർക്കും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ 24-ാം തീയതി ആണോ 25-ാം തീയതി ഒരു ഭ്രാന്തനെ പോലെ ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങുകയാണ്. അവിടെ അതിശയമായിട്ടാണ് ദൈവം കാത്ത. കാരണമില്ലെങ്കിൽ ഞാൻ അവിടെ സൗദിയിൽ കിടന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ ഭ്രാന്ത് പിടിച്ച് മരിച്ചു പോയനെ. പക്ഷേ അവിടെ വരുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു, നിനക്ക് ഞാൻ സൗദി ഹോളണ്ട് ബാങ്കിൽ ജോലി തരാം, പക്ഷേ അവരൊരു ഓഫർ പറഞ്ഞിരുന്നു, ഞാനിവിടെ നാട്ടിൽ വന്ന് പെന്തക്കോസ്ത് ആവണം, സ്നാനപ്പെട്ടാൽ മാത്രമേ എനിക്ക് ഒരു ജോലി അവർ ലഭിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ സ്നാനപ്പെട്ടിട്ട് എനിക്കൊരു ജോലി വേണ്ട. അങ്ങനെ ഞാൻ എന്തായാലും ഇവിടെ തിരിച്ചു വരികയും 97-ൽ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നപ്പോൾ സത്യത്തിൽ വീട്ടിൽ എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. വളരെ ക്ഷീണിച്ചും വളരെ പ്രയാസത്തിലുമാണ് അവിടെ. എന്നാൽ ഇവിടെ വന്നപ്പോൾ അത്ഭുതകരമായും അതിശയകരമായി എന്നെ ദൈവം കാത്തു. 97 മുതൽ ഞാനിവിടെ എൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിൽ ഫൈനാൻസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തു. 2003 വരെ ഞാൻ ആ കമ്പനിയിൽ വളരെ സ്തുത്യർഹമായ ജോലി ലഭിച്ചു. ഞാൻ അങ്ങനെ ആ കമ്പനിയിൽ ഒരു ഫീൽഡ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തു. വളരെ അതിശയകരമായി എന്നെ ദൈവം വഴി നടത്തി. അത് മാർവാടി കമ്പനിയായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഫീൽഡിലേക്ക് പോവുകയും എല്ലാ മാസവും എനിക്ക് ശമ്പളം ലഭിക്കുകയും എനിക്ക് യാത്ര ചെയ്യുവാനുള്ള വാഹനം എല്ലാം ആ കമ്പനി എനിക്ക് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ആ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തു. 2003 ആയപ്പോൾ ആ കമ്പനിയിലെ ജോലി തൽക്കാലം നിന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കുകളെല്ലാം ലിബറലായിട്ട് ലോൺ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കമ്പനിക്ക് ലോൺ കൊടുക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ ഫ്ലാറ്റ് ഇൻട്രസ്റ്റിലാണ് ലോൺ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കമ്പനിക്ക് ബിസിനസ് കുറഞ്ഞു എന്നറിഞ്ഞപ്പോൾ 2003-ൽ ഞങ്ങളെ സ്റ്റാഫിനെ എല്ലാം പിരിച്ചുവിടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ 2003-ൽ എന്നോട് പറഞ്ഞു, ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മദ്രാസിൽ വന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മദ്രാസിലേക്ക് പോകാൻ താല്പര്യമില്ലാതെ വന്നപ്പോൾ ഞാൻ 2003-ൽ എൻ്റെ ജോലി അവസാനിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാത്രമാകുന്നു. ഞാൻ 2003-ൽ ആ കമ്പനിയുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ചില ദിവസങ്ങൾ വളരെ സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ കഴിഞ്ഞുകൂടി. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് യാതൊരു കുറവും വരുത്തിയിരുന്നില്ല. ഈ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടു. കാരണം 2006-ൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലാണെങ്കിൽ തന്നെയും മദ്രാസിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, അച്ചായനൊന്ന് പോയി നോക്കുക, അച്ചായൻ ചിലപ്പോൾ ലഭിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് വയസ്സ് അന്ന് 46 വയസ്സോളം ആയിക്കഴിഞ്ഞു, ഈ 46 വയസ്സുള്ള എനിക്ക് ഇനി എങ്ങനെയാണ് ഗൾഫിൽ പോകാനായിട്ട് സാധ്യമല്ല. എന്നാലും എൻ്റെ ദൈവത്തിൻ്റെ ശക്തി, എൻ്റെ പ്രാർത്ഥനയുടെ ഫലം, ഞാൻ അങ്ങനെ മദ്രാസിലേക്ക് ട്രെയിൻ കയറി. ഞാൻ മദ്രാസിൽ ട്രെയിൻ കയറി അവിടെ ചെല്ലുമ്പോഴും അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് സത്യത്തിൽ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. അമേരിക്കൻ ആർമിയുടെ ബേസിലേക്ക് സ്റ്റാഫിനെ വേണം. അവിടത്തേക്ക് ഇൻ്റർവ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വരും. അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഇൻ്റർവ്യൂ നടത്തും. ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് ചെന്നപ്പോൾ സത്യത്തിൽ 2000-2500 പേരോളം ആ ക്യൂവിൽ നിൽക്കുകയാണ്. എനിക്ക് എങ്ങനെ ആ ക്യൂവിലേക്ക് കടന്നു കയറാൻ സാധിക്കും? എന്നാൽ എൻ്റെ ദൈവം അതിശയകരമായി എന്നെ അവിടെ കാത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2000 പേരിൽ 200 പേരെയാണ് അവർ സെലക്ട് ചെയ്തത്. ഈ 200 പേരെ സെലക്ട് ചെയ്തതിൽ 200 പേരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നോക്കിയപ്പോൾ എനിക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ട്, അറബി കുറച്ചറിയാം,
ഇംഗ്ലീഷ് കുറച്ചറിയാം. എന്നാലും പിറ്റേ ദിവസം ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ആണ്. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് 2 പേരായിട്ടാണ്. എൻ്റെ കൂടെ ഒരു സുഹൃത്ത് വന്നിരുന്നു. അദ്ദേഹം BSc കാരനാണ്. ഞങ്ങൾ 2 പേരെയും ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ പാസ്സായി. രണ്ടാമത്തെ ദിവസം ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഹോട്ടലിൽ നടക്കുകയാണ്. ഹോട്ടലിൽ നടക്കുമ്പോൾ ആദ്യം എന്നെയാണ് ഇൻ്റർവ്യൂ വിളിച്ചത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ഹിതമെങ്കിൽ എനിക്ക് ഈ ജോലി ലഭിക്കണം. കാരണം ഞങ്ങൾക്ക് ഇത് ലഭിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പടുത്തുകൊണ്ട് പോകാനായിട്ട് സാധ്യമുള്ളൂ. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി അവിടെ കയറി. ആ കയറുന്ന സമയത്ത് ഞങ്ങളെ 2 പേരെയാണ് ഒരുമിച്ച് ഇൻ്റർവ്യൂ നടത്തുന്നത്. ഒരു അമേരിക്കൻ വന്നിരുന്ന് എന്നെയും എൻ്റെ സുഹൃത്തിനെയും ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം എൻ്റെ പാസ്പോർട്ട് കയ്യിൽ വാങ്ങി എന്നോടത്ത് അവർ ചോദിച്ചു, ഇംഗ്ലീഷെല്ലാം ചോദിച്ചു. അതിനെല്ലാം ഞാൻ നല്ല രീതിയിൽ മറുപടി കൊടുത്തു. എൻ്റെ മറുപടി കൊടുത്തപ്പം അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡായി. അവർ എൻ്റെ പാസ്പോർട്ട് വാങ്ങിയിട്ട് അവിടെ വെച്ചതിന് ശേഷം മറ്റേ ആളെ ഇൻ്റർവ്യൂ ചെയ്തു. നിർഭാഗ്യവശാൽ മറ്റേ വ്യക്തിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാനായിട്ട് സാധിച്ചില്ല. ഞങ്ങൾ 2 പേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, മാഡം ഞാൻ സെലക്ട് ആയോ? യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ അവസ്ഥ എനിക്ക് മറക്കുവാനുള്ള സാധ്യമല്ല. കാരണം ദൈവം അത്ഭുതകരമായിട്ട് എന്നെ വഴി നടത്തി. അവിടെ എനിക്ക് ആ ജോലി ലഭിക്കുകയും ഏകദേശം 2006 മാർച്ച് മാസം ഞാൻ കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചു.